ഒന്നുമില്ലായ്മയിൽ നിന്നിത്രത്തോളം ഉയർത്തി കൈകൾ പിടിച്ചു എന്നെ സ്നേഹത്തോടെ നടത്തി. എൻ്റെ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നിത്രത്തോളം ഉയർത്തി കൈകൾ പിടിച്ചു എന്നെ സ്നേഹത്തോടെ നടത്തി. വീഴാതെ നിന്നതും ഈ വിത്തു ചുമന്നതും, വീഴാതെ നിന്നതും ഞാൻ വിത്തു ചുമന്നതും, നിത്യതയുടെ വിത്ത്. വീഴാതെ നിന്നതും ഈ വിത്തു ചുമന്നതും കൃപയേ കൃപയേ കൃപയൊന്നു മാത്രമേ. കൃപയേ കൃപയേ കൃപയൊന്നു മാത്രമേ. ഈ പാട്ട് നിങ്ങൾക്കറിയില്ലെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എഴുതിയതാണ്. വീഴാതെ നിന്നതും ഈ വിത്തു ചുമന്നതും കർത്താവിൻ്റെ കൃപ മാത്രം. എൽ ഷദായ് ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ ഏത് യോഗങ്ങളിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നാലും എനിക്കൊരു പ്രത്യേക സന്തോഷമുണ്ട്. എക്സ്പെഷ്യലി കൊട്ടാരക്കരയിൽ എൻ്റെ ഒരു ഇളയ സഹോദരൻ, ഒരു കൂടപ്പിറപ്പ്, അത്രയ്ക്കുള്ള ഹൃദയ പരമാർത്ഥതയുള്ള സ്നേഹം എനിക്ക് കർത്താവിൻ്റെ അഭിഷിക്തൻ ടിനു ജോർജ് പാസ്റ്ററോടുണ്ട്. ആ കുടുംബവുമായിട്ട് എനിക്ക് അതുപോലുള്ള ബന്ധമുണ്ട്. ദൂരെ നിന്ന് കാണുമ്പോൾ ടിനു ജോർജ് പാസ്റ്ററെ അറിയുന്ന ഒരു ലോകം, എന്നാൽ അടുത്ത് ചെന്ന് അറിയുന്ന ചിലർ, അതിലൊരാളാണ് ഞാൻ. എല്ലാവരോടും ഒരുപോലെ അടുത്ത് ഇടപഴകുവാൻ എല്ലാവർക്കും, എല്ലാ ദേവദാസന്മാർക്കും അവസരം ലഭിക്കില്ല. എന്നാൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു അഭിഷിക്തൻ, അധികാരത്തോടെ ദുരാത്മാവിനോടും രോഗാത്മാവിനോടും കൽപ്പിക്കുവാൻ ദൈവം കൃപ കൊടുത്തൊരു അഭിഷിക്തൻ. ഞാൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതും കഴിഞ്ഞ വർഷങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതുമാണ്. കർത്താവ് തൻ്റെ ഭക്തനെ അധികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോവിഡാനന്തര സഭ 2020 മാർച്ച് മാസം 22-ാം തീയതിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഏകദേശം 2 വർഷത്തോടടുത്ത് വരുന്നു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ലോക്ക്ഡൗണും അനുബന്ധമായ പ്രശ്നങ്ങളും. എന്നാൽ കോവിഡിന് ശേഷം തുറക്കപ്പെട്ട ആരാധനയ്ക്ക് വേണ്ടി ജനം വന്നുകൊണ്ടിരിക്കുന്ന സഭ ആരംഭിച്ചിട്ടേ ഉള്ളൂ. കോവിഡിന് ശേഷം സഭ തുറന്നു എന്ന് എല്ലാവരും അറിഞ്ഞിട്ടില്ല. എന്നാൽ കോവിഡ് കാലത്ത് ഒരുപോലെ സഭയുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുകയും സഭയുമായിട്ട് ബന്ധപ്പെടുന്നതിനേക്കാൾ ഉപരി യേശുവുമായി ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നവർ സഭ തുറന്ന വിവരം അറിഞ്ഞു. ഇന്ന് സൂമിൽ മീറ്റിംഗ് ഉണ്ടെന്നും അറിഞ്ഞു. ഇവിടെ ഉപവാസം നടക്കുകയാണെന്നും അറിഞ്ഞു. അല്ലാത്തവരറിഞ്ഞു വരുന്നു. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ തുടർന്ന് പ്രസംഗിച്ചു വരുമ്പോൾ കോവിഡാനന്തര സഭയുടെ ചില പ്രത്യേകതകളും കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ചില അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളൊക്കെ നമുക്ക് പങ്കുവെക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. ഇന്ന് ഈ ആരാധനയിൽ യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ,
സൂമിലൂടെ അപ്പോൾ തന്നെ എൻ്റെ മുൻപിലായിരിക്കുന്ന ബഹുമാനിതരായ ദൈവത്തിൻ്റെ മക്കൾ, കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, സംഗീത ശുശ്രൂഷയിൽ കർത്താവിനെ ആത്മാവിൽ ആരാധിച്ച ബഹുമാനപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഒരു തിരുവചന ഭാഗം ബൈബിളിൽ നിന്ന് വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ ആരംഭിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ ഇവിടെ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് ഇന്ന് രാത്രിയിലെ സത്യവചന ശുശ്രൂഷ ആരംഭിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോട് നമുക്ക് ശ്രദ്ധിക്കാം. യെസ്. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന് പേരിട്ടു. ഷേത്തിനും ഒരു മകൻ ജനിച്ചു. അവന് ഏനോഷ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ബൈബിളിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകൾ എടുക്കാം. തൽക്കാലം നല്ലൊരു അധ്യായമാണ്, മുഴുവൻ വായിക്കണ്ട, സമയമുണ്ടല്ലോ, പിന്നെ വായിക്കാം. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. ഈ വചനത്തിനായിട്ട് കർത്താവിനെ ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്ത് സ്തുതിക്കാം. സ്തോത്രം. ഈ ഒരു വേദഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് ഒരു പ്രസംഗമല്ല, പകരം പ്രവചനാത്മാവിൽ നിങ്ങളുടെ തലയിൽ തൊട്ടൊരു പ്രവാചകൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഇതിനെ കേൾവിക്കാരായ ആയിരങ്ങൾ എൻ്റെ മുമ്പിലില്ല. പക്ഷെ അവരെല്ലാം എൻ്റെ പ്രേക്ഷകരായിട്ട്, എൻ്റെ ശ്രോതാക്കളായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളുണ്ട്. നിങ്ങൾ ഒരു ഓൺലൈൻ പ്രോഗ്രാമിലാണ് ഇരിക്കുന്നത്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ചിന്തിക്കേണ്ട. ദൈവം നിങ്ങളുമായിട്ടൊരു ബന്ധത്തിലാണെങ്കിൽ കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തിരുന്നാലും, ലോകത്തിലെ ഏത് ഭൂഖണ്ഡത്തിന്റെ ഏത് മൂലയിൽ ഇരുന്നാലും ശക്തമായി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കും. യാതൊരു സംശയമില്ല. സ്തോത്രം. കൃപയുള്ളവർ പ്രാർത്ഥനയോടായിരിക്കാം. ആമേൻ. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് പറഞ്ഞുകൊണ്ട്, ഒരു സെന്റൻസ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. യഹോവയുടെ നാമത്തിലുള്ള ആരാധന അന്ന് ആ കാലത്ത് തുടങ്ങി എന്നവിടെ എഴുതണമെങ്കിൽ എന്നോ അതൊന്ന് മുടങ്ങി. ആമേൻ. ഹാവേലിനെ കൊന്നപ്പോൾ പിശാച് വിചാരിച്ചു ആരാധന ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന്. കാരണം അത് മുടങ്ങിയല്ലോ. ആമേൻ. മുടങ്ങി, അതുകൊണ്ട് ഇനി തുടങ്ങില്ല എന്ന് വിചാരിച്ച സകല പിശാചിന്റെ കോട്ടകളെ ഞെട്ടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, എൻ്റെ തമ്പുരാൻ അതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ മുടങ്ങിയ ചിലത് അവൻ ഇന്ന് രാത്രി തുടങ്ങാൻ പോകുന്നതിനാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് അവിടെ ഇരുന്നു കൊണ്ട് ആരാധിച്ചു. നിന്റെ മുറിക്കകത്തൂടെ ഓടി നടന്ന് ആരാധിച്ചു. നിന്റെ ബിസിനസിന്റെ മണ്ഡലങ്ങൾ, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ മണ്ഡലങ്ങൾ, നിന്റെ ആത്മീയ ശുശ്രൂഷയുടെ മണ്ഡലങ്ങൾ എവിടെയൊക്കെയോ മുടങ്ങിയെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ എൻ്റെ ദൈവം അത് തുടങ്ങാൻ പോകുക. ഹല്ലേലൂയ. മുടക്കിയത് പിശാചാണെങ്കിൽ അവന്റെ പദ്ധതി നടക്കില്ല. കോവിഡ് കാലത്ത് എന്തൊക്കെയോ മുടങ്ങിപ്പോയി എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട മനസ്സോടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആമേൻ, ഏത് മണ്ഡലമായിക്കോട്ടെ, എൻ്റെ തമ്പുരാൻ പറയാതെ തുടങ്ങാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. കൃപയുള്ളവരെൻ്റെ കൂടെ നിൽക്കണം. ആമേൻ. ഇതൊക്കെ നമ്മൾ ചതുരം വരച്ച് കസേരയിട്ട് അതിനകത്തായിരിക്കുന്നത്. അതുകൊണ്ട് എഴുന്നേക്കാനോ ഓടാനോ പോകാനോ ഒന്നും പറ്റുകയില്ല. അഥവാ അങ്ങനെ കാണാൻ ഒരു ആവേശം തോന്നി ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും കൂടെ നടന്നാൽ പിന്നെ നമ്മൾ അവിടെ ഇരിക്കണം. ഈ ഓൺലൈനിൽ കേൾക്കുന്ന, ആമേൻ, ഈ സൂമിലൂടെ കേൾക്കുന്നവരോട് പറയാം, നിങ്ങൾ നല്ലപോലെ ഒന്ന് ആരാധിക്കണമെങ്കിൽ എഴുന്നേറ്റ് ആ മുറിക്കകത്തോടെ ഓടി നടന്ന് ആരാധിച്ചു. അന്നേരം കണ്ടില്ലേലും കുഴപ്പമില്ല, പിന്നെ തിരിച്ചു വന്ന് അവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ ഇറങ്ങി പോകരുത്. സ്തോത്രം. നല്ലപോലെ ആരാധിച്ചോണം കർത്താവിനെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്താ ചെയ്യുന്നറിയോ? മുടങ്ങിയത് തുടങ്ങാൻ വേണ്ടി ഒരാളെ ജനിപ്പിച്ചു.
സ്വത്രം പറഞ്ഞാട്ടെ. മുടങ്ങിയത് തുടങ്ങാൻ വേണ്ടി ജനിപ്പിച്ചു. ഈ ലോകത്തിലെ സകല മനുഷ്യരും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന, പക്ഷെ എൻ്റെ കർത്താവ് അങ്ങനല്ല, ഉണ്ടാക്കി ചെയ്യുന്നവനാ. ആമേൻ. നമ്മളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും, എത്ര കൊള്ളൂ. കർത്താവ് അങ്ങനല്ല, ശൂന്യതയിൽ നിന്ന് ആമേൻ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ആരോടൊക്കെയോ തൊട്ട് സംസാരിക്കുന്ന ഒരു പ്രവാചകനെ പോലെ ഇന്ന് രാത്രി ഇല്ല എന്ന് പറയത്തില്ല. തമ്പുരാന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ഞാൻ ചില തെളിവുകൾ നിങ്ങൾക്ക് തരാം. ആമേൻ. സ്തോത്രം. യേശുക്രിസ്തുവിന് ഭൂമിയിൽ ജനിക്കണം. യേശുക്രിസ്തുവിന് ഭൂമിയിൽ ജനിച്ചേ പറ്റുള്ളൂ. ആമേൻ. രാഷ്ട്രീയമായ പശ്ചാത്തലം റെഡി, അവൻ സാഹചര്യങ്ങൾ റെഡി. അവൻ ഹന്നാസും കയ്യഫാവും പോലെയുള്ള അന്നത്തെ ആത്മീയ നേതാക്കന്മാരെല്ലാം കസേരയിലുണ്ട്. സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി വന്നു. പിറക്കാൻ ഒരു ഉദരം വേണം. ആമേൻ. തമ്പുരാൻ വലിയ അരിസ്ട്രോക്രാറ്റ് കുടുംബങ്ങൾ അന്വേഷിച്ചു പോയില്ല, വലിയ ഉന്നതന്മാരുടെ കുടുംബങ്ങൾ അന്വേഷിച്ചില്ല. പാവപ്പെട്ട കുടുംബത്തിലെ ഒരു മറിയെ ദൈവം തെരഞ്ഞെടുത്തു എൻ്റെ യേശുവിന് ജനിക്കാൻ. സ്തോത്രം പറഞ്ഞു ദൈവത്തെ ആമേൻ സ്തുതിച്ചോ. അവിടെ അല്ല വിഷയം. യേശു ജനിക്കാൻ തീരുമാനിച്ചു. സ്വർഗം അടിവരയിട്ട് കാര്യം തീരുമാനിച്ചു. യേശു ജനിക്കും. ഗലാത്യർ 4:4 ദ ഫുൾനെസ് ഓഫ് ടൈം, കാലസമ്പൂർണതയിൽ. ആമേൻ. ആരെല്ലാം എതിർത്താലും, ലോകം മുഴുവൻ ഇളകി മറിഞ്ഞാലും, കൃപയുള്ള ഒരു സ്തോത്രം പറഞ്ഞു. ആമേൻ. എന്തെല്ലാം പദ്ധതികൾ ആരെല്ലാം തയ്യാറാക്കിയാലും, ഹല്ലേലൂയ, ജനിക്കാൻ ഒരിടം തരില്ല, ജനിക്കാൻ ഒരു ഉദരം കൊടുക്കില്ല, പിറക്കാൻ ഒരു സത്രം പോലും തരില്ലെന്ന് ലോകത്തിലെ പിശാചും അവന്റെ കൂട്ടണികളും മുഴുവൻ വിചാരിച്ചാലും, സ്ത്രീയുടെ സന്തതിയായി യേശു ജനിക്കുമെന്ന് പുസ്തകം എഴുതിയതാണെങ്കിൽ, കോവിഡ് അല്ല, കൊറോണയല്ല, ഡെൽറ്റ അല്ല, ഏത് വകഭേദം മാറി മാറി വന്നാലും കർത്താവിന്റെ പദ്ധതി നടക്കും. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവിടെ അല്ല പ്രശ്നം. യേശു ക്രിസ്തു ജനിക്കും. യോഹന്നാന്റെ സുവിശേഷം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ഒന്നിൻ്റെ ഒന്ന്. ആമേൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു, 1:12. വചനം ജഡമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, 1:14. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്, 1:26. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, 1:29. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം അറിയണം. യേശുക്രിസ്തു ആദിയിൽ വചനമായിരുന്നവൻ, കൃപയും സത്യവും നിറഞ്ഞവനായി ശരീരത്തിൽ വെളിപ്പെട്ട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ലോകത്തിന്റെ നായകനായി ലോകത്തിന്റെ മധ്യഭാഗത്ത് വരണം. വിഷയം അവിടെ അല്ല. അനൗൺസ്മെന്റിന്റെ വണ്ടി റെഡി ആയിട്ടില്ല. യേശു ക്രിസ്തു പിറക്കുന്നതിന് മുമ്പ് യേശു ജനിക്കും എന്ന് പറയാൻ ഒരാൾ വേണം. സ്വർഗം പറഞ്ഞു ആ ആൾക്ക് ഏറ്റവും കുറഞ്ഞത് 4 ഗുണങ്ങളെങ്കിലും വേണം. യേശുവിനെ വിളിച്ചു പറയുന്ന ആൾക്ക് 4 ഗുണങ്ങളെങ്കിലും, അത് യേശുവിനെ വിളിച്ചു പറയുന്ന എല്ലാവർക്കും ആ 4 ഗുണങ്ങൾ വേണം. ആമേൻ. അതിലൊന്ന്, ആമേൻ, സമ്പത്തിൽ മനസ്സ് വെക്കുന്ന ആളാകരുത്. തൻ്റെ ശരീരത്തെക്കുറിച്ച് ഒത്തിരി വേവലാതിപ്പെടുന്ന ആളാകരുത്. ഒരാഹാരപ്രിയനാകരുത്. ഉപജീവനത്തിനു വേണ്ടി സുഖലോലുപത അന്വേഷിക്കുന്ന ആളാകരുത്. ആമേൻ. ഞാൻ പുറകിനെ പറഞ്ഞു വരാം. ലോകം മുഴുവൻ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരാളില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറയാൻ അങ്ങനെ ഒരാള് ഇല്ല. ആമേൻ. സ്തോത്രം. അപ്പോൾ സ്വർഗം തീരുമാനിച്ചു, എന്നാ പിന്നെ കിട്ടുന്നതിൽ കൊള്ളാവുന്ന ഒരാളെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത്. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പോൾ മോര്യാമലയെ ചെന്ന് അബ്രഹാം അവിടെ എവിടെയെങ്കിലും ആടിനെ അന്വേഷിച്ചായിരുന്നോ? പറ. ഇല്ല. കാരണം യഹോവ കരുതിക്കൊള്ളുമെന്ന് അബ്രഹാം പറഞ്ഞോ ഇല്ലയോ? അബ്രഹാമിന് കരുതുമെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ട്.
നമ്മളാണ് അവിടെ ചെന്നിട്ട് ഇസാക്കിനോട് പറഞ്ഞ മക്കളോട് നില്ല്, പപ്പ ഇവിടെ എല്ലാം ഒന്ന് നോക്കട്ടെ, ആടുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇസ്ഹാക്കിനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ അവിടെ മുഴുവൻ തപ്പി ആടിനെ കണ്ടില്ലെങ്കിൽ വല്ല കൂരാനിയോ കീരിയോ മരപ്പെട്ടിയോ യാഗം കഴിച്ചിട്ട് നടത്തിപ്പാണെന്ന് പറഞ്ഞാൽ അബ്രഹാം അവിടെ ഒന്നും തപ്പിയില്ല. കരുതും എന്ന് പറഞ്ഞവൻ കൃപയുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്നു കയ്യെ കൊണ്ടുതരും. എത്ര പേർക്ക് ഇത് വിശ്വാസമുണ്ട്? എൻ്റെ ദൈവം ഇന്ന് രാത്രി ഒരു ദൂത് പറയാം, നിനക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞവൻ അഖിലാണ്ടത്തിന്റെ ഉടയവൻ സർവശക്തനാണെങ്കിൽ നീ യാഗം കഴിക്കുന്ന നിന്റെ യാഗപീഠത്തിനടുത്ത് ആടിനെ കൊണ്ടുതരും. ആമേൻ. സ്തോത്രം. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. ആമേൻ. ഞാൻ അവിടേക്ക് ആടിലേക്ക് ഒന്ന് തിരിച്ചു വരുന്നുണ്ട്. ഞാൻ യോഹന്നാൻ എന്ന് പറഞ്ഞോട്ടെ. എന്നാൽ ആരെങ്കിലും ഒരാളെ അങ്ങ് യേശുവിനെ വിളിച്ചു പറയാൻ വേണ്ടി ആക്കാവുന്നല്ല. സ്വർഗം തീരുമാനിച്ചു യേശുവിനെ വിളിച്ചു പറയുവാൻ ആ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ ഭൂമിയിൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ജനിപ്പിക്കും. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത ഇന്ന് രാത്രി ഞാൻ പറയുന്നൊരു ശക്തമായ ദൂത്, ഇല്ലായ്മയിൽ ശൂന്യതയിൽ നിന്ന് ദൈവത്തിന് ആവശ്യമുള്ളതിനെ സൃഷ്ടിച്ചു കൊണ്ടുവരുന്നൊരു ദൈവമോ. ഒരു എലിസബത്തിന്റെ ഉദരത്തിനുള്ളിൽ ഒരു യോഹന്നാനെ ദൈവം ജനിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ എൻ്റെ കർത്താവിനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയേണ്ടതിന് ഒരു യോഹന്നാനെ കർത്താവ് ജനിപ്പിച്ചുവെങ്കിൽ നിന്റെ മകൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോസ്റ്റ് ജനിപ്പിക്കാൻ എൻ്റെ ദൈവത്തിനറിയാം. നിന്റെ സഭയുടെ കാര്യത്തിന് സാമ്പത്തിക മണ്ഡലങ്ങൾ കറക്റ്റ് അല്ലെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി എടുപ്പാൻ എൻ്റെ ദൈവത്തിനറിയാം. അതിനുള്ളവരെ നിനക്ക് വേണ്ടി ഒരുക്കാൻ എൻ്റെ ദൈവത്തിനറിയാം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, ശക്തമായ ദൂത് പറയുന്നു. കർത്താവ് ഇന്ന് രാത്രി എന്തൊക്കെയോ സൃഷ്ടിക്കുന്നുണ്ട്. നീ അറിയാതെ ചില മണ്ഡലങ്ങളിൽ നീ അറിയാതെ ചില മണ്ഡലങ്ങളിൽ എൻ്റെ ദൈവം ചിലത് ക്രിയേറ്റ് ചെയ്യുന്നു ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ, ആമേൻ. പക്ഷെ ഒറ്റ കാര്യം മാത്രം, അത് നമുക്കാവശ്യമാണെന്ന് ദൈവത്തിന് ബോധ്യപ്പെടണം. ഒരാമേൻ പറഞ്ഞു, ഒരാമേൻ പറഞ്ഞു. ദൈവത്തെ സ്തുതിച്ചോ. അത് ആവശ്യമാണെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ, അതേ ദൈവദാസനെ, നിങ്ങൾക്കത് ആവശ്യമാണെന്ന് എൻ്റെ ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ, അത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ, ഇല്ല എന്നുള്ള വാക്ക് ലോകത്തിൻ്റെതായിരിക്കാം, പക്ഷെ ദൈവം അത് സൃഷ്ടിച്ച് നിനക്ക് കൊണ്ടുവരുന്ന ദൈവത്തെ സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. ഞാൻ അടുത്തതിലേക്ക് വരികയാ. മോര്യാമലയിൽ യാഗപീഠം ഒരുക്കി ഇസഹാക്കിനെ എടുത്ത് കിടത്തി. ആമേൻ. എടുത്ത് കിടത്തി കഴിഞ്ഞിട്ട് അല്പനേരം വന്നാൽ വെയിറ്റ് ചെയ്യാം, ആട് വരുമോ എന്നറിയട്ടെന്ന് ചിന്തിച്ചില്ല. കത്തിയെടുത്തുയർത്തി എന്ന് ബൈബിളിലുണ്ട്. അപ്പോൾ കുറുങ്കാട്ടിൽ ഒരാട് കരഞ്ഞു. സ്തോത്രം പറ, സ്തോത്രം പറ. ഹല്ലേലൂയ. ഒരു ബൈബിൾ ക്വിസ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. കുറുങ്കാട്ടിൽ ഒരു ആട് കരഞ്ഞോ? കരഞ്ഞോ? കരഞ്ഞു. ബൈബിൾ ക്വിസ് എന്ന് പറഞ്ഞപ്പോൾ ചില തല പോലും ആട്ടുന്നില്ല. കരഞ്ഞോ? എൻ്റെ ചോദ്യം അതല്ല. ആ ആടിന് എത്ര വയസ്സുണ്ടായിരുന്നു? ആമേൻ. കുറുങ്കാട്ടിൽ അബ്രഹാം ഇസഹാക്കിന് പകരം യാഗം കഴിക്കാൻ ദൈവം ഒരുക്കിയ ആ ആടിന് എത്ര വയസ്സുണ്ടായിരുന്നു? അവിടെ എഴുതിയിരിക്കുന്നത് ഒരു ആട്ടുകൊറ്റൻ എന്ന ആട്ടുകൊറ്റൻ. ദേവദാസനെ ഒരു വാക്യം വായിക്കാമോ? ഉൽപ്പത്തി 15:9 ഒന്ന് വായിക്കാമോ? ആ ആടിന് എത്ര വയസ്സുണ്ടായിരുന്നു നോക്കാം. അന്ന് മോശയുടെ പ്രമാണം കിട്ടിയിട്ടില്ല, പക്ഷെ എങ്കിലും യാഗം കഴിക്കുന്ന ആടിന്റെ വയസ്സ് അവിടെ എഴുതിയിട്ടുണ്ട്. വായിക്കാം. അവനവനോട് നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും. കോലാടാണെങ്കിൽ എത്ര വയസ്സ് വേണം? 3. പശുക്കിടാവാണെങ്കിലോ 3. അടുത്തത് 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും. അപ്പൊ യാഗം കഴിക്കുന്ന ആട്ടുകൊറ്റനാണെങ്കിൽ വയസ്സ് എത്ര വേണം? പറ. 3 വയസ്സ്. അങ്ങനെയാണെങ്കിൽ മോരിയാമലയിൽ അബ്രഹാം കണ്ട ആ ആടിന് എത്ര വയസ്സുണ്ട്? പറ. 3 വയസ്സ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ പ്രസവിച്ചതല്ല. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അബ്രഹാം തൻ്റെ മകനുമായി യാഗത്തിന് പുറപ്പെട്ടിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. കർത്താവിനെ സ്തുതിച്ചോ.
ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വെറും 6 ദിവസമേ ആയിട്ടുള്ളൂ. തിങ്കൾ തുടങ്ങി ഇന്ന് ശനിയാഴ്ച. പക്ഷെ തമ്പുരാൻ ആടിനെ ജനിപ്പിച്ചിട്ട് 3 വർഷം കഴിഞ്ഞെന്നാ പറഞ്ഞത്. ആരോടോ ദൈവം ഇടപെടുന്നു. ഈ ഓൺലൈനിലൂടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ആരോടോ ദൈവം ഇടപെടുകയാ, സംസാരിക്കുകയാ. നിനക്ക് വേണ്ടി നിന്റെ നന്മ നീ അറിയാത്ത മണ്ഡലത്തിൽ കർത്താവ് സൃഷ്ടിച്ചു കഴിഞ്ഞു. അവൻ അത്ഭുതം ചെയ്തു കഴിഞ്ഞു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, അവരുടെ വിവാഹത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അത് ക്രമീകരിച്ചു കഴിഞ്ഞു എൻ്റെ ദൈവം. നീ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുമ്പേ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ ഹല്ലേലൂയ. എൻ്റെ തമ്പുരാൻ, ആമേൻ, സ്തോത്രം. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഏകദേശം 30 ലക്ഷം വരുന്ന ഇസ്രായേൽ മക്കളെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറ, അതൊരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണെന്ന്. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഒരു സഹോദരനെ ആമേൻ പൊട്ടക്കിണറ്റി തള്ളിയിട്ട്, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. ഇതൊരു ദൂതാ ഞാൻ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. തള്ളിയിട്ടെന്നൊന്നും പറയുമ്പോൾ ആരും വിഷമിക്കൊന്നും വേണ്ട. അതൊക്കെ തമ്പുരാൻ ഇഷ്ടമാണെങ്കിൽ, നിന്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, ആ കുടുംബത്തിൽ നിന്നെ ആ തള്ളിയിടണമെങ്കിൽ തമ്പുരാൻ തള്ളിയിട്ടിട്ട് ബാക്കിയുള്ളവർ രക്ഷിക്കും. ആർക്കും പിടികിട്ടുന്നില്ല. ഹല്ലേലൂയ. ജോസഫിനെ തള്ളിയിട്ടാലേ ബാക്കി 10 രക്ഷപ്പെടത്തുള്ളെന്ന് ആർക്ക് പിടികിട്ടി? ജോസഫിനെ തള്ളിയിട്ടതല്ല, ജോസഫ് വീണതാ. ഇനി അതിനേക്കാൾ രസമതല്ല, ജോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റതല്ല, കിണറ്റിലുള്ളവൻ ആ വിലയെന്ന് ദൈവം തെളിയിപ്പിച്ചതാ. ജോസഫിനെ ഫറവോന്റെ രാജ്യത്ത് കൊണ്ടുപോയതല്ല, എൻ്റെ തമ്പുരാൻ അവന് നിയമിച്ചതാ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. യാക്കോബിന്റെ കുടുംബത്തിനകത്ത് ആമൻ നുണ പറയുന്നവർ, ആമൻ സ്വന്തം സഹോദരനെ കിണറ്റിലിടുന്നവർ, ചതിക്കുന്നവർ, മൃഗത്തിന്റെ രക്തം തുണിയിൽ മുക്കി അപ്പനോട് ചെന്ന് അപവാദം പറയുന്ന 10 പേരുണ്ടായിരിക്കാം. എന്നാൽ ആ കുടുംബത്തിൽ ഒരു ജോസഫ് ജനിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ തമ്പുരാൻ ഇസ്രായേലിനെ ആമൻ മുൻനിരയിൽ കൊണ്ടുവരുവാൻ, അവർക്കൊരു വിടുതൽ ഉണ്ടാകുവാൻ തമ്പുരാൻ ആ കുടുംബത്തിൽ ഒരെണ്ണത്തെ ജനിപ്പിച്ചിട്ടുണ്ടെന്ന്. എത്ര പേർക്ക് ആ ദൂതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. പ്രശ്നങ്ങൾ രൂക്ഷമാണ്. ആമേൻ. പ്രശ്നങ്ങൾ നമുക്ക് പലതും വൈപരീത്യങ്ങളായിട്ട് തോന്നുന്നവയാ, നമുക്ക് തടസ്സങ്ങളായിട്ട് തോന്നുന്നവയാ. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് അനുഗ്രഹത്തിന് ഒരെണ്ണത്തെ ജനിപ്പിച്ച് തമ്പുരാൻ നിർത്തും. സ്തോത്രം. എത്ര പേർക്ക് അതിൻ്റെ ആഴം മനസ്സിലാകുന്നുണ്ട്? അവർ തമ്പുരാനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ദൂത് പറയാം. നമ്മൾ അറിയാതെ, നിങ്ങൾ അറിയാതെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ തമ്പുരാൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ആമേൻ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവയായ ദൈവം നോഹയെയും പെട്ടകത്തിലുള്ള സകല ജീവജാലങ്ങളെയും ഓർത്തു. ആമേൻ. നോഹയെ, അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ദൈവം ഓർത്തു. ആമേൻ. സന്തോഷമുണ്ട്. കർത്താവിനെ ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞു. ദൈവം ഓർക്കുമ്പം നിന്നെ മാത്രമല്ല, നിന്റെ പറമ്പിൽ നിൽക്കുന്ന വാഴക്കൊലയും കൂടെ ഓർക്കും, നിന്റെ കൂട്ടിൽ നിൽക്കുന്ന പശുവിനെയും കൂടെ ഓർക്കും. ദൈവം ഓർക്കുമ്പം നിന്നെ മാത്രം ഓർത്തിട്ട് അങ്ങ് വിടുകയല്ല, നീ ഓടിക്കുന്ന സൈക്കിളുണ്ടോ വാഹനമുണ്ടോ അതും കൂടെ ഓർക്കും ദൈവം. എല്ലാം ഓർക്കുന്ന ദൈവമാണ്. പക്ഷേ എല്ലാം പെട്ടകത്തിലായിരിക്കണം, അത്രേ ഉള്ളൂ. ചിലർ പെട്ടകത്തിലാണേലും ഒരു വണ്ടി പെട്ടകത്തിലല്ല, ചില ആൾക്കാർ പെട്ടകത്തിലാണേലും മൊബൈൽ പെട്ടകത്തിൻ്റെ പുറത്താണ്. കാര്യം അങ്ങനെയാണെങ്കിലും വിഷമമൊന്നും തോന്നല്ലോ കേട്ടോ. ഹല്ലേലൂയ. ചിലർ സ്തോത്രം പെട്ടകത്തിൻ്റെ പുറത്താണ്, മൊബൈൽ പെട്ടകത്തിൻ്റെ പുറത്തും പുള്ളി പെട്ടകത്തിനകത്ത് പോവാ. അങ്ങനെ പോരാ. നിൻ്റെ എല്ലാം പെട്ടകത്തിനകത്താണെങ്കിൽ ഒരു ശാന്തത ഉണ്ടല്ലോ. ഇപ്പോൾ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാം പെട്ടകത്തിനകത്തായിരിക്കണം. പെട്ടകത്തിൻ്റെ പുറത്തുള്ളതിനെ ആമേൻ ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. പെട്ടകത്തിനകത്താണോ ദൈവം ഓർത്തു.
ദൈവം ഓർത്തപ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിൽ അടഞ്ഞു, ആഴിയുടെ ഉറവുകൾ അടഞ്ഞു, വെള്ളം നിന്നു. ആമേൻ. എന്നിട്ട് തമ്പുരാൻ എന്ത് ചെയ്തെന്നറിയാമോ? അടുത്ത ഒരു വാക്ക് അവിടെ ഇങ്ങനെയാണ്, ഒരു കാറ്റടിപ്പിച്ചു. അത് തൊട്ട് മുകളിലുണ്ട്, ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ഉണ്ട്. ആമേൻ. ഒരു കാറ്റടിപ്പിച്ചു. നിങ്ങൾക്കറിയാമോ നോഹയുടെ പെട്ടകത്തിൻ്റെ വലിപ്പം 1,40,000 സ്ക്വയർ ഫീറ്റാണ്. കൊട്ടാരക്കരയിൽ അത്രയും വലിയൊരു വീടില്ല, കേരളത്തിലില്ല. കേരളത്തിൽ ഞാൻ അന്വേഷിച്ചറിഞ്ഞത് 25,000 വരെയുള്ള വീട് തൃശ്ശൂരുണ്ടെന്നാണ്, 25,000 സ്ക്വയർ ഫീറ്റ്. നമ്മുടെയൊക്കെ വീടുകൾ കൂടി വന്നാൽ 2,000 അല്ല അതിൽ താഴെ. എന്നാൽ നോഹയുടെ പെട്ടകം 1,40,000 സ്ക്വയർ ഫീറ്റും. ജന്തുശാസ്ത്രം, സുവോളജി, ആ കാലത്തെ സുവോളജി പഠിച്ച ചരിത്രകാരന്മാർ എഴുതിയ പുസ്തകം പറയുന്നത് നോഹ പെട്ടകം പണിത കാലത്ത് 11,000 സ്പീഷ്യസ് വർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ ഉണ്ടായിരുന്നു. 11,000. അതിൽ ആണ് 11,000, പെണ്ണ് 11,000, 36,000. ശുദ്ധിയുള്ളതും ശുദ്ധി ഇല്ലാത്തതും 36 72 72,000 മൃഗങ്ങൾ പെട്ടകത്തിലുണ്ടായിരുന്നു. പാമ്പ്, പട്ടി, പല്ലി, പഴുതാര, എലി, പുലി, ജിറാഫ്, സീബ്ര, സിംഹം, കടുവ, ഹിപ്പോപ്പൊട്ടാമസ് ഉൾപ്പെടെ 72,000 മൃഗങ്ങൾ, വെറും 8 മനുഷ്യർ. ആമേൻ. അപ്പോഴാണ് ദൈവം എന്ത് ചെയ്തത്? നോഹയും കുടുംബത്തെയും എല്ലാം ഓർത്തപ്പോൾ ദൈവം ഭൂമിയുടെ മേൽ എന്തടിപ്പിച്ചു? ഒരു കാറ്റ്. ആമേൻ. നിങ്ങളാ മനസ്സിലൊന്ന് പറഞ്ഞേ, 8 ആൾക്കാരും 72,000 മൃഗങ്ങളുമുള്ള ഈ പെട്ടകം വെള്ളത്തിൻ്റെ മുകളിൽ യാതൊരു സ്റ്റേയും ഇല്ല, ഒന്നുമില്ലാതെ ഒന്ന് ആടി ഒലയുന്ന രംഗമെന്ന് ആലോചിച്ച്. ഇപ്പൊ നിങ്ങൾ പലരും പറയും ഓർക്കാതിരുന്നാൽ മതിയായിരുന്നു. ഓർത്തിട്ട കാറ്റ്. ഈ ഭൂമിയിൽ കൊറോണ എന്ന കാറ്റ് ദൈവം അടുപ്പിച്ചത് തൻ്റെ മണവാട്ടി സഭയെ ഓർത്തത് കൊണ്ടാണ്. ആമേൻ. ഓർത്തെങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർത്തോണം. എന്തുവാ? പുറകിനൊരു കാറ്റുണ്ടെന്ന്. ആമേൻ. ഇനി വേറൊന്ന് ശ്രദ്ധിച്ചോ, ഞാൻ നല്ല ചിന്ത പറയാം ഇവിടെ. ദൈവം നോഹയെയും പെട്ടകത്തിലുള്ളതിനെയും ഓർത്തു. എന്നിട്ട് കാറ്റടിപ്പിച്ച എന്തിനാ? അത് ദൈവം ഉണ്ടെന്ന് നോഹയൊന്ന് ഓർക്കാനാ. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? അപ്പോൾ ഇതൊന്ന് ആടി ഒലഞ്ഞു. നമ്മൾ ചിലപ്പോഴൊക്കെ ഇച്ചിരി ഒന്ന് ഒലഞ്ഞാലേ ഓർക്കൂ. ആമേൻ. ഒന്ന് ആടി ഒലഞ്ഞാലേ ഓർക്കൂ. പക്ഷേ ഒരു ദൂത് പറയാൻ പോവാ. തമ്പുരാൻ ചില കാറ്റുകൾ അടുപ്പിക്കുമ്പോൾ അത് തകർത്തു കളയാനല്ല, ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തെ ഒരു അരരാത്രിയിൽ ഉറപ്പിക്കാനാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ ദൂതിന്റെ ആഴം തിരിച്ചറിയുന്നുണ്ട്? കോവിഡാനന്തര സഭയോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക. ആടി ഉലയുന്നുവെന്ന്, എവിടെ ചെന്നൊന്ന് നിൽക്കുമെന്ന്, എവിടെയാണൊന്ന് ഉറയ്ക്കുന്നറിയാതെ ഉറപ്പില്ലാതെ നിൽക്കുന്നുവെങ്കിൽ നീ അറിയാതെ ഒരു അരരാത്ത് നിന്റെ മുമ്പിൽ ഉയർന്നു വരുന്നുണ്ട്. എൻ്റെ ദൈവം നിന്നെ ഉറപ്പിക്കുവാൻ, നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന്റെ, നിന്റെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി ഒരു അരരാത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും യഹോവയ്ക്ക് വഴിയുണ്ട്. നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും യഹോവയ്ക്ക് വഴിയുണ്ട്. ആമേൻ. നോഹ കയറിയ കപ്പലിന്റെ മേൽ ദൈവം കാറ്റടിപ്പിച്ചു. അതെന്തിനാ? ദൈവം ഇവാഞ്ചലിസ്റ്റായിട്ട് തെരഞ്ഞെടുത്തവൻ ടൂറിസ്റ്റായിട്ട് പൊക്കൊണ്ടിരിക്കുക. ആമേൻ. ആ കാറ്റാണ് യോനാച്ചനെ തിരിച്ചു കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ചില കാറ്റുകൾ നമ്മുടെ ജീവിതത്തെ ഇന്ന് രാത്രി തൊടട്ടെ.
കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അവൻ കാറ്റുകളെ ദൂതന്മാരാക്കി, മേഘങ്ങളെ തേരാക്കി, അഗ്നിജ്വാലകളെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കുന്ന എൻ്റെ ദൈവം ഇന്ന് രാത്രി അവൻ അടിക്കുന്ന കാറ്റ് ചില താഴ്വരകളിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ മാംസം പിടിപ്പിച്ച് എഴുന്നേൽപ്പിക്കുന്ന രാത്രിയായി ഈ രാത്രി തീരേണ്ടതിന് ദൈവത്തിൻ്റെ കാറ്റ് ഇന്ന് രാത്രി ചില താഴ്വരകളിൽ കഴിഞ്ഞ കോവിഡ് കാലങ്ങളിൽ മാംസം നഷ്ടപ്പെട്ടു പോയ, ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടു പോയ, ഞരമ്പുകൾ നഷ്ടപ്പെട്ടു പോയ, ഏറ്റവും ഉണങ്ങിയ അസ്ഥി പോലെ ആരാധിപ്പാൻ കഴിയാതെ, കൂടിച്ചേരാൻ കഴിയാതിരിക്കുന്ന, നിവർന്നു നിൽക്കാൻ കഴിയാതിരിക്കുന്ന അസ്ഥികളോട് പ്രവചിക്കുമ്പോൾ അത് എഴുന്നേറ്റ് സൈന്യമാകുന്ന ഒരു ആത്മീയ വ്യാപാരമോ കാറ്റിനോട് പ്രവചിക്കാൻ പറയാനോ? ഹല്ലേലൂയ. കാറ്റിനോട് അസ്ഥിയുടെ മേൽ ഊതാൻ പറയാനോ? ദിസ് ഈസ് നോട്ട് സയൻസ്. ഇത് സയൻസ് അല്ല. നിന്റെ അറിവ്, നിന്റെ ബുദ്ധി, നമ്മുടെ ജ്ഞാനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയുമായി യോജിക്കുന്നതല്ല. യുക്തി എവിടെ അവസാനിക്കുന്നു അവിടെ ദൈവശക്തി ആരംഭിക്കും. ആമേൻ. കാര്യകാരണ സഹിതം നീ സയൻസിന്റെ കൂടെ ചേർത്ത് പഠിച്ചാൽ അസ്ഥി എഴുന്നേൽക്കില്ല. ആമേൻ. അസ്ഥി എഴുന്നേൽക്കണമെങ്കിൽ നീ താഴ്വരയിലേക്ക് ഇറങ്ങി വരണം. ആമേൻ. കാറ്റ് ഈ അസ്ഥികളെ എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കണം. ആമേൻ. അതാണ് കർത്താവിന്റെ ക്രിയേഷൻ. ഹല്ലേലൂയ. ആമേൻ. മുടങ്ങിപ്പോയത് തുടങ്ങണമെങ്കിൽ ഒരു യോഹന്നാൻ പിറക്കണം. ആമേൻ. ഒരു ജോസഫ് പിറക്കണം. ആമേൻ. ആമേൻ. മോര്യാമലയിൽ യാഗം നടക്കണമെങ്കിൽ ഒരാട് പിറക്കണം. ആമേൻ. ഇന്ന് രാത്രികാലം നിന്റെ അകത്ത് വിശ്വാസം പിറക്കട്ടെ. നിന്റെ അകത്ത് ദൈവശക്തി ജനിക്കട്ടെ. നിന്റെ അകത്തെ യുക്തികൾ അവസാനിക്കട്ടെ. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? യോബിനെ കുറിച്ച് പഠിക്കുക. ഊസ് ദേശത്തെ മഹാൻ, ദൈവഭക്തൻ, നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ട് അകലുന്നവൻ. ഇത്രയും 5 ഗുണങ്ങളുള്ളവന് ദൈവം 3 വേലി കെട്ടി. ഒന്ന് അവന്, അവന്റെ വീടിന്, അവൻ ഉള്ളതിന് മുഴുവൻ. അവൻ അവിടെ കൊണ്ട് തീർന്നില്ല. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, 1 ഭാര്യ, അവൻ 3 പെൺപിള്ളാര്, 7 ആൺപിള്ളാര്, അവൻ കുറെ കൂട്ടുകാര്, കുറെ വേലക്കാര്. ഹോ, സമ്പന്നൻ. സ്തോത്രം പറ, സ്തോത്രം പറ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്ക. തന്നെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ജീവിക്കുമ്പം തമ്പുരാൻ പിശാചുമായിട്ട് സംസാരിച്ചു. പിശാച് ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ ദാസനായ ഇയ്യോബിനെ എൻ്റെ കയ്യിലൊന്ന് തരുമോ? നമുക്ക് അവിടെ പിശാച് എന്നുള്ളതിന് പകരം കൊറോണ എന്നാക്കിയാൽ. ആമേൻ. സ്തോത്രം. വിഷമായോ? ആമേൻ. കർത്താവിൻ്റെ മറുപടി ഇതാ, മണവാട്ടി സഭയെ COVID-19 കയ്യിൽ തന്നിരിക്കുന്നു. ആമേൻ. അത് പലരുടെയും ജീവിതത്തെ തൊട്ടു. സ്തോത്രം പറഞ്ഞ് തുടങ്ങിക്കോ. ആമേൻ. പക്ഷേ ഇയ്യോബ് സഭയ്ക്ക് നിഴലാണെങ്കിൽ, ഇയ്യോബ് 19:25 പറഞ്ഞ ഒരൊറ്റ സെന്റൻസ് ഞാൻ പറയാം. കൃപയുള്ളവർ ആരാധിച്ചോണം. ഈ ത്വക്ക് ഇങ്ങനെ നശിച്ചു പോയാലും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എടാ പൊട്ട പിശാചേ, ഈ തൊലിയേലല്ലാതെ ആമേൻ നിന്റെ ചൊറിക്കും പുഴുവിനും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
ഒരു കൊറോണയ്ക്കും ഒരു COVID-19 എൻ്റെ ദർശനത്തെ തൊടാൻ കഴിയില്ല, എൻ്റെ സ്വപ്നത്തെ തൊടാൻ കഴിയില്ല, എൻ്റെ വിശുദ്ധിയെ തൊടാൻ കഴിയില്ല, എൻ്റെ വിശ്വാസത്തെ തൊടാൻ കഴിയില്ല. ഞാൻ ദേഹസഹിതനായി അവനെ കാണും. ഓ, ദൈവത്തിന്റെ കൃപ ലഭിച്ചവർ കർത്താവിനെ സ്തുതിക്ക്. ഇന്ന് രാത്രി നിരാശകളെല്ലാം മാറിപ്പോകട്ടെ, ക്ഷീണങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ഏത് പ്രതിസന്ധിയിലും തൻ്റെ സഭയെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് രാത്രി വെളിപ്പെടുന്നതിനാൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇയ്യോബൊന്നും അറിഞ്ഞില്ല. ആമേൻ. ബിൽദാദും തേമാനും ഏലീഹും ഏലീഫസും ഇയ്യോബിനോട് സംസാരിക്കാൻ വന്നവരെല്ലാം ഇയ്യോബിനോട് സംസാരിച്ചപ്പോൾ ഇയ്യോബ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവരോട് സംസാരിച്ചു. ആമേൻ. 42-ാം അധ്യായം വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, ശരീരം മുഴുവൻ വ്രണം, അതിനകത്ത് മുഴുവൻ പുഴു, ചാരം വാരിയിട്ട് ഓട്ടും കഷ്ണം കൊണ്ട് ഇത് തോണ്ടി എറിയുന്ന ഇയ്യോബ്. ആമേൻ. 42-ാം അധ്യായം വന്നപ്പോൾ തൻ്റെ അനുഗ്രഹം ദൈവം ഇരട്ടിയാക്കി. നിങ്ങൾ 42-ാം വീട്ടിൽ പോയി വായിച്ചോ. തനിക്കപ്പോൾ 14,000 ആടുണ്ട്. എത്ര ആടുണ്ട്? 14,000. ഇയ്യോബിന്റെ 42 അധ്യായം എടുത്ത് വായിച്ചോ. തൻ്റെ ആട് 7,000 ചത്തുപോയി. ഇടയ്ക്ക് ആട് വല്ലതും പ്രസവിച്ചതായിട്ട് ബൈബിളിലുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നാ എഴുതിയിട്ടോ. ആമേൻ. ആട് പ്രസവിച്ച് ഒരെണ്ണം രണ്ടായാൽ അതിന് ബയോളജി എന്ന് പറയും. എന്നാൽ തമ്പുരാൻ സൃഷ്ടിച്ച് രണ്ടായാൽ അതിന് തിയോളജി എന്ന് പറയും. ആമേൻ. എൻ്റെ കർത്താവ് ഇന്ന് രാത്രി പറയുക, ആമേൻ, പ്രതികൂലം എത്ര വലിപ്പമുള്ളതായിക്കോട്ടെ, ആമേൻ, ചിലർ പറയുന്നത് ഇനി ഒന്നുമില്ല പാസ്റ്ററെ, കോവിഡ് കൊണ്ട് എല്ലാം തീർന്നു. തീരണം, എന്നിട്ട് വേണം തുടങ്ങാൻ. കർത്താവിന് ഈ ഒട്ടിച്ചു വെക്കുന്ന ഇഷ്ടമല്ല, ഒടിച്ചു വെക്കുന്നത് ഇഷ്ടമല്ല, തീരുന്നതാണല്ലോ. സ്വത്രം. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗം പറയും, ഈ മർക്കോസ് 2-ാം അധ്യായത്തിലെ 4 പേര് കൂടി ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നത് ഓർമ്മയുള്ളവരുണ്ടെന്ന് കൈവയ്ക്കാട്ടെ. മതി. ചിലരൊക്കെ കോവിഡ് കാലത്ത് ഒത്തിരി കാര്യങ്ങൾ മറന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചുമന്നുകൊണ്ട് വന്നവരോട് അവിടെ നിന്ന വാളണ്ടിയേഴ്സ് പറഞ്ഞു, അകത്തോട്ട് കയറാൻ പറ്റില്ല, ഭയങ്കര ആളാന്ന് പറഞ്ഞു. തിക്കും തിരക്കുമാണ്, ഭയങ്കര ആളാണ്. എന്നാൽ പിന്നെ അകത്തോട്ട് കയറാൻ പറ്റില്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ആട്ടെന്ന് വിചാരിച്ചില്ല അവരവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ലേ, ഞങ്ങൾ ഈ പെരയുടെ പുറത്തോട്ട് കയറുക. അവരാ പെരയുടെ എന്ത് പൊളിച്ചു? കൂര പൊളിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അന്നേരം വാളണ്ടിയേഴ്സ് എന്ന് അകത്ത് നിന്ന ഉടമസ്ഥനോട് പറഞ്ഞെന്നാണ് കെ എബ്രഹാമിൻ്റെ ചിന്ത. ബൈബിളിൽ അങ്ങനൊന്നും എഴുതിയിട്ടില്ല, ഒരു പ്രസംഗകൻ്റെ ചിന്തയാണ്. അപ്പം അയാൾ ഇറങ്ങി വരിക. ആര്? ഉടമസ്ഥൻ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പം കൂര പൊളിച്ചുകൊണ്ടിരിക്കുക. 4 പേര് കൂടി ഒരുത്തനെ ഒരു കട്ടിലേക്ക് കിടത്തി, 4 പേരും കൂടെ പെരപ്പുറത്ത് കയറി പെരയുടെ കൂര പൊളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവൻ പറയാ, പൊളിയട്ടങ്ങനെ പൊളിയട്ടെ. അപ്പൊ വാളണ്ടിയർ ചോദിച്ചു, ഇയാള് വല്ല രാഷ്ട്രീയ പാർട്ടിക്കാരനോ വല്ലാണോ? മുദ്രാവാക്യം വിളിയായിരുന്നോ പണ്ട് ജോലി? അല്ല, പിന്നെന്താ? ഇതിനകത്തെ ശുശ്രൂഷിക്കുന്ന ആളിൻ്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാ. അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്, എവിടെ പൊളിഞ്ഞിട്ടുണ്ടോ അവിടെ പണിയും. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട് ഇന്ന് രാത്രി ചിലതൊക്കെ പൊളിഞ്ഞെന്ന് തോന്നുന്നവരോട്, ആമേൻ, കോവിഡ് കാലത്ത് നിന്റെ ബിസിനസ് ഉൾപ്പെടെ നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ എന്തെങ്കിലും പൊളിഞ്ഞെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അവരോട് ദൈവാത്മാ പറയാ, പൊളിഞ്ഞത് പണിയുന്നവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കാനാവിലെ കല്യാണ വീട്ടിലെ ഒരു ചിന്തയുണ്ട്. ആൾക്കാർ വന്നവരെല്ലാം യേശുവിൻ്റെ കൂടെ കുറേ പേര് വന്നു. അവർ കുറി കൊടുത്തിട്ടൊന്നും വന്നല്ല, യേശുവിൻ്റെ കൂടെ വന്ന. അപ്പം ഇവൻ മാനേജ്മെൻറ്റുകാരാ, വീട്ടിൻ്റെ ആൾക്കാർ ചോദിച്ചു, ഇതൊക്കെ ആരാ? ഉടനെ പറഞ്ഞു, ഞങ്ങളൊക്കെ യേശുവിൻ്റെ കൂടെ വന്നവരാ. ഉടനെ പറഞ്ഞു, ഈ കുറി അടിക്കാത്ത ആൾക്കാരെല്ലാം കൂടെ വന്ന് കഴിച്ച് വീഞ്ഞ് തീർന്ന്
ഉടനെ അവർ പറഞ്ഞൊരു മറുപടി, എൻ്റെ പ്രസംഗം ചിന്തയാ, ബൈബിളിലൊന്നും അന്വേഷിക്കണ്ട. അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുന്ന എൻ്റെ ചിന്ത, യേശു വന്നതുകൊണ്ട് നിന്റെ വീട്ടിൽ എന്തെങ്കിലും തീർന്നിട്ടുണ്ടെങ്കിൽ അതവൻ പോകുന്നതിന് മുമ്പ് നിറച്ചിട്ടേ പോകുവോ. യേശു തമ്പുരാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, കൃപയുള്ളവർ ആമേൻ. ഈ ഓൺലൈനിൽ ലോകത്തിന് 5 വൻകരകളിൽ നിന്ന് കേൾക്കുന്നവർ, ആ ഇരിക്കുന്നിടത്ത് ദൈവത്തെ ആരാധിച്ചു. സർവശക്തനായ ദൈവം, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിര് നിശ്ചയിച്ച എൻ്റെ പ്രാണനാഥൻ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ വന്നത് നിനക്ക് നഷ്ടമാകില്ല. അവൻ നിന്റെ നഷ്ടം നിറവാക്കി മാറ്റുവാൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ആമേൻ, ഹല്ലേലൂയ, ആമേൻ. തമ്പുരാൻ തൻ്റെ സഭയെ അനുഗ്രഹത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു കോവിഡാനന്തര ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഞാൻ മുൻപോട്ട് പോകുക. വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കണം. ആമേൻ. ഒത്തിരി ആമേൻ സമയമെടുക്കാനും എൻ്റെ മുമ്പിലില്ല. സ്തോത്രം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച് വളരെ ആരാധനയോടുകൂടി ആയിരിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം ഇതിനോട് ചേർത്തൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുക. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, യിശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും. ആമേൻ, സ്തോത്രം. യിശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള, ആമേൻ, പൊട്ടിപ്പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. ആമേൻ. ശിഖരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. നത്തിങ് മോർ. ഇനി ഒന്നുമില്ല. ആമേൻ. ഒരു ശുഷ്കിച്ച ഒരവസ്ഥയാണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ സഭ, എൻ്റെ ആത്മീയ നിലവാരം എന്ന് ചിന്തിക്കുന്നവരെല്ലാം ഇന്ന് രാത്രി ഫലം കായ്ക്കാൻ പോകുന്ന രാത്രിയാണ്. സ്തോത്രം, ആമേൻ. ഇന്ന് രാത്രി എല്ലാവരും കാണുന്ന വലിയ ശിഖരങ്ങൾ വേണ്ട, എല്ലാവരും കാണുന്ന വലിയ വൃക്ഷത്തിൻ്റെ തലപ്പുകൾ വേണ്ട. യേശുവിനെ അറിഞ്ഞ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ആത്മീയ ജീവിതത്തിൽ ഈ കോവിഡാനന്തരം ഒരു കുറ്റി ബാക്കിയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കൃപയുള്ളവർ ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ 1.5 വർഷക്കാലം കഴിഞ്ഞ, ഏകദേശം 2 വർഷക്കാലം ആമേൻ നിന്നെ കാർന്നു നിന്ന പ്രതികൂലങ്ങൾ, ആ ശിഖരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു എന്ന് വിചാരിക്കുക. ഇലകളൊന്നും കാണാനില്ല, ഫലങ്ങളൊന്നും കാണാനില്ല, ഒരു കുറ്റി മാത്രം ശേഷിച്ചതുപോലെ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയും, എൻ്റെ ദൈവത്തിന് ഇനി ഒരു വൃക്ഷമുണ്ടാക്കാൻ എൻ്റെ ദൈവത്തിന് വിത്ത് വേണ്ട, ഈ കുറ്റി മതി. എല്ലാവരും വെട്ടിക്കളഞ്ഞതിന്റെ ബാക്കി ഈ കുറ്റിയിൽ നിന്ന് ഒരു വൃക്ഷമാക്കുവാൻ, അതിന്റെ വേരിൽ നിന്ന് കൊമ്പുകൾ മുളപ്പിക്കുവാൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വാക്യം ഇതിനോട് ചേർത്ത് ബൈബിളുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. എങ്ങനെയാണെന്നറിയാമോ? കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, ആമേൻ, അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും, വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. എന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും അധികം എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ഒരു ബൈബിൾ വാക്യമാണ്. ആമേൻ. ഞാൻ ഇന്ന് വരെ വിചാരിച്ചിരുന്നത്, ഇത് വായിക്കുന്നവരെ വിചാരിച്ചിരുന്നത് വെള്ളത്തിന് ഗന്ധമില്ലെന്നാണ്. പക്ഷെ ബൈബിൾ പറയുന്നു വെള്ളത്തിന് ഗന്ധമുണ്ടെന്ന്. ആമേൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കാറ്റിന് തൂക്കമുണ്ടോ?
കാറ്റിന് വെയിറ്റ് ഉണ്ടോ? ഇല്ലെന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇയ്യോബ് 28:25 പറയുന്നു, അവൻ കാറ്റുകളെ തൂക്കി നോക്കുന്നു. കാറ്റുകളെ തൂക്കി നോക്കുന്നു. എനിക്ക് പിന്നെ മനസ്സിലായത്, ഗ്യാസ് കുറ്റിയുടെ പുറത്ത് 14.5 കിലോ എന്ന് എഴുതി വെച്ചിരുന്നപ്പോഴാണ് മനസ്സിലായത് അകത്ത് ഗ്യാസാണ്, പക്ഷെ 14.5 കിലോ കാറ്റുണ്ടെന്ന്. പ്രീസ് ദി ലോർഡ്. എത്ര പേർക്ക് പിടികിട്ടി? വീട്ടിൽ ചെന്ന് ഗ്യാസ് കുറ്റിയെ ഒന്ന് നോക്കണം കേട്ടോ. കൊമേഴ്സ്യൽ ആണെങ്കിൽ 19.5 കിലോ. ആമേൻ. അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ 14 കിലോ ഉണ്ട്. ആമേൻ. കാറ്റിന് വെയിറ്റ് ഉണ്ട്. ആമേൻ. അങ്ങനെയാണല്ലോ ഓക്സിജൻ്റെ കുറ്റിക്കൊക്കെ വിലയിടുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ഈ കൊറോണ കാലത്താണ് ഓക്സിജൻ്റെ കുറ്റി ഉണ്ടെന്ന് തന്നെ ചിലർ അറിയുന്നത്. ശ്വാസം വെറുതെ വിട്ടപ്പോൾ അറിഞ്ഞില്ലല്ലോ. ഈയിടെ ഒരാൾ 50,000 രൂപയാണ് ശ്വാസം വിട്ടതിന് കൊടുത്തത്. ആമേൻ. സ്തോത്രം. ശ്വാസം വിടുന്നതിനൊക്കെ പൈസ ഉണ്ടെന്ന് ഈയിടെയാണ് എല്ലാവരും അറിഞ്ഞത്. ഹല്ലേലൂയ. ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു കൊറോണ വരണ്ടേ? സ്തോത്രം. അപ്പോൾ തമ്പുരാൻ പറയുക, എല്ലാം വെട്ടിക്കളഞ്ഞു, ഇനി ഒന്നുമില്ലെന്ന് വിചാരിച്ച്. ചിലരൊക്കെ ഇരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം എല്ലാം വെട്ടിക്കളഞ്ഞു. ഒരു കൊമ്പൊന്നും ഉള്ള പോലല്ല. കാരണം കൊറോണയ്ക്ക് മുമ്പൊക്കെ എന്നാ കൊമ്പായിരുന്നു. എല്ലാം വെട്ടിക്കളഞ്ഞ് ഇപ്പം എന്തോ മാത്രമേ ഉള്ളൂ, ഒരു കുറ്റി. കഥ പറയാ, സാരമില്ല. എൻ്റെ യേശുവിൻ്റെ ഒരു പ്രത്യേകതയാണത്. ആമേൻ. നമ്മളൊക്കെ എത്ര ആമേൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയിൽ അകന്നിട്ടുണ്ട്, ഉപവാസത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, കർത്താവിനെ ആരാധിക്കുന്ന അകന്നു പോയിട്ടുണ്ട്. എൻ്റെ തമ്പുരാൻ അതെല്ലാം ക്ഷമിച്ച് കർത്താവ് പറയാ, ആ കുറ്റി നീങ്ങി കൊണ്ടുവാ. ആമേൻ. അതിൽ നിന്ന് ഞാൻ പുതിയ മുള പുറത്തു കൊണ്ടുവരും. ഓ, കർത്താവിന് നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് ചില മുളകൾ പുറത്തു കൊണ്ടുവരാൻ. ആമേൻ. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ആമേൻ, എൻ്റെ കയ്യിലിരിക്കുന്ന, ഞാൻ ഈ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ഈ കർച്ചീഫ്, ഇതൊരു വിത്താണെന്ന് വിചാരിക്കൂ. ഒരു സീഡ്. ഈ സീഡിനകത്ത് ഒരു മരമുണ്ട്. ഈ സീഡിനകത്തൊരു മരമുണ്ട്. ഈ സീഡിനകത്തുള്ള മരത്തിൽ അതിൻ്റെ കൊമ്പുകളുണ്ട്. ഈ വിത്തിനകത്തുണ്ടതല്ല, ഇതിനകത്ത് ആ കൊമ്പുകളുണ്ട്. ആ മരത്തിൽ ഉണ്ടാകേണ്ട ഇലകളും ആ ഇലയുടെ നിറവും ഈ സീഡിനകത്തുണ്ട്. ആമേ, കറക്റ്റ് ഓർ നോട്ട്? ശരിയാണോ? ആ മരത്തിൽ ഉണ്ടാകേണ്ട ഫ്രൂട്ട്സ്, അതിൻ്റെ രുചി എല്ലാം ഏതിലുണ്ട്? പറഞ്ഞു, ഈ വിത്തിനകത്തുണ്ട്. ആമേൻ. അതാണ് നിങ്ങളും ഞാനും. എവറിത്തിങ് ഇൻ ഇറ്റ്, ഇതിനകത്തുണ്ട്. പക്ഷേ ഒരു ഇരുട്ടിനകത്തൂടെ, ഒരു ഡാർക്ക്നെസ്സിലൂടെ, അതാണ് കുഴിച്ചിടുക എന്ന് പറയുന്നത്. സീഡ് മുളയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുഴിച്ചിടണം. ഒരു ഡാർക്ക്നെസ്സിലൂടെ നീ പോയാലേ കിളിർക്കൂ. ഇത് വെളിച്ചത്തിലിട്ട് കിളിർപ്പിക്കുന്ന വിത്തല്ല. കാരണം ഗോതമ്പ് മണി മണ്ണിനകത്തു വീണ് ചാകണം. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ നിന്നെ എന്തിന് ഇരുട്ടിലൂടെ ദൈവം വിട്ടു? കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ശക്തമായ ചില ദൂതുകൾ ദൈവാത്മാ പറയുമ്പോൾ, എന്തിന് ചില ഇരുട്ടിനകത്തൂടെ ദൈവം നിന്നെ കൊണ്ടുപോയി? ഇരുട്ട് നമുക്കിഷ്ടമല്ല, ഡാർക്ക്നെസ് എനിക്കിഷ്ടമല്ല, ഇരുട്ടിലൂടെ പോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എല്ലാവരും അറിഞ്ഞിരിക്കണം, അവൻ ചില രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നത്, അത് പട്ടാളത്തിലായാലും, അത് ഏത് ക്രൈം ബ്രാഞ്ചോ ഇന്റലിജൻസോ അല്ലെങ്കിൽ ഏത് മേഖലയിൽ CBIയിലായാലും, അവൻ അഭ്യാസം പഠിപ്പിക്കുന്നത് വെളിച്ചത്തിലല്ല, രഹസ്യത്തിലാ. ഇനി യേശുവിന് കർത്താവിനോട് ചോദിക്കും, കർത്താവ് പറയും, അവൻ എന്നെ മൂർച്ചയുള്ള വാളാക്കി തൻ്റെ കൈയുടെ മറവിൽ എന്നെ മറച്ചു. മൂർച്ച കൂട്ടാൻ അവൻ ഇരുട്ടത്ത് വെച്ച. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അവൻ നിന്നെ മൂർച്ച കൂട്ടിയത്. ആമേൻ. എന്തിന് നിന്നെ ഇരുട്ടത്ത് കൊണ്ടുപോയി? ഇഷ്ടമില്ലാത്ത ഡാർക്ക്നെസ്സിലൂടെ ദൈവം എന്തിനു കൊണ്ടുപോയി? ടു മേക്ക് യു ഷാർപ്പ്. നിന്നെ ഷാർപ്പാക്കാൻ. ഓ,
പരിശുദ്ധാത്മാവ് ആരോടാ സംസാരിക്കുന്നത്? ഈ രാത്രി ആരോടാ ദൈവം സംസാരിക്കുന്നത്? ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നോട് ആരോടാ ദൈവം സംസാരിക്കുന്നത്? ദൈവം നിന്നെ ഡാർക്ക്നെസ്സിനകത്തൂടി, ഇരുട്ടിനകത്തൂടെ കൊണ്ടുപോയി. For what? Amen. To make you sharp. Amen. എന്നിട്ടോ അവൻ എന്നെ മിനുക്കിയ. Amen. ആദ്യം പറഞ്ഞു to make you sharp, മറക്കല്ലേ. രണ്ടാമത് പറഞ്ഞു to make you shine. Amen. ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയാ, നീ ഷാർപ്പായ മാത്രം പോരാ, നീ ലോകത്തിൻ്റെ മുമ്പിൽ ഷൈൻ ആയിരിക്കണം, മിനുസമുള്ള അമ്പായിരിക്കണം. ഓ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതിനവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഷാർപ്പാക്കാൻ കൈയുടെ മറവിൽ ഇരുട്ടത്ത് മറച്ചു പിടിച്ചു. എന്നാൽ നിന്നെ ഷൈൻ ചെയ്യാൻ അതിനേക്കാൾ ഇരുട്ടുള്ള പൂണിയിൽ അവൻ ഒളിച്ചു വെച്ചു. ഓ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. എന്നോടാ ദൈവം സംസാരിക്കുന്നത്. ഈ കാലഘട്ടം, ഈ പ്രതികൂലത്തിന്റെ, ഈ ഇരുട്ടിന്റെ കാലഘട്ടം അതെന്നെ ദോഷത്തിനല്ല, അവൻ എന്നെ ഷാർപ്പാക്കുവാൻ, അവൻ എന്നെ ഷൈൻ ആക്കുവാൻ, അവൻ എന്നെ ഇരുട്ടിലൂടെ കൊണ്ടുപോയതോർത്ത് ഞാൻ കുറ്റിയും വേരും ഗന്ധത്തിലേക്ക് തിരിച്ചു വരാം, അത് ലാസ്റ്റ് ആക്കാം. അതിനു മുമ്പ് പറഞ്ഞോട്ടെ, അമേൻ. എന്നെ അവൻ ഡാർക്ക്നെസ്സിലൂടെ കൊണ്ടുപോയി. ഹല്ലേലൂയ, അമേൻ, സ്തോത്രം. നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, ദൈവം പഠിപ്പിക്കുന്നൊരു കാര്യം ഇന്ന് രാത്രി. നമുക്കിഷ്ടമില്ലാത്തൊരു ഡാർക്ക്നെസ്സിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നു. അമേൻ. എന്നിട്ട് അതിന്റെ അപ്പുറത്തെന്താന്ന് ദൈവം നമ്മളെ കാണിച്ചു തരുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഈ വിത്ത്, ഈ സീഡ് ഉണ്ടല്ലോ, ഇത് മണ്ണിനകത്ത് ഇട്ടില്ലേ? ഇത് കിളിർക്കും, ഇത് കിളിർത്തു വരും. ആമേൻ. നീ ഒരു പയറിന്റെ വിത്താണെങ്കിൽ 3-ാം മാസം കിളിർക്കും, പക്ഷെ 6-ാം മാസം തീരും. പയറ് പറിച്ചു വള്ളിയും പൊട്ടി മൊത്തം തീരുകയില്ല, 6-ാം മാസം തീരുവോ? പക്ഷെ നീ തെങ്ങാണെങ്കിൽ കിളിർക്കാൻ ഇച്ചിരി താമസിക്കും, പക്ഷെ നിന്ന് വിളയും. ഉടനെ കിളിർക്കണമെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ കിളിർപ്പിക്കാം, വേണോ? കുറച്ച് കഴിഞ്ഞ് മതിയോ? നിന്ന് കായ്ക്കണമെന്നുണ്ടെങ്കിൽ കപ്പയൊക്കെ ആണെങ്കിൽ ഒരു 9 മാസം 6-7 മാസമൊക്കെ. പക്ഷെ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ കിഴങ്ങ് നിന്നാൽ പിന്നെ ഒന്നുമില്ല. എന്തെങ്കിലും വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ചിലർക്കൊക്കെ ഇപ്പം തന്നെ ഇടണം, ഇപ്പം തന്നെ മുളയ്ക്കണം, നാളെ തന്നെ നിന്നെ തിന്നണം എന്നുള്ള രീതിയാണ്. അത് ഇച്ചിരി ഒന്ന് വ്യത്യാസപ്പെടുത്താമെങ്കിൽ ഈ വിത്ത ഇരുട്ടിനകത്ത് കിടന്ന് ഒരു മരണം നടക്കും. ഗോതമ്പ് മണി നിലത്ത് വീണിട്ട് വിത്തിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യണം? ചാകണം. എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഇരുട്ടിനകത്തൂടി ദൈവസഭയ മണവാട്ടിയായ നമ്മെ ദൈവം കൊണ്ടുപോയത് നീ മുളയ്ക്കണം. പക്ഷെ മുളയ്ക്കുന്നതിന് മുമ്പ് നിന്റെ അകത്ത് ചിലത് ചാകണം. എത്ര പേർക്ക് അതിൻ്റെ ആഴം മനസ്സിലായി? ചിലത് ഇല്ലാതെയാകണം. അതിനകത്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ മത്സരബുദ്ധികൾ, നമ്മുടെ ധാർഷ്ട്യങ്ങൾ, നമ്മുടെ നിഗള സ്വഭാവങ്ങൾ, നമ്മുടെ അസൂയ മനോഭാവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത ചിന്തകൾ എല്ലാം ചാകട്ടെ. ഒരു വിത്ത് മുളച്ചു പുറത്തു വരണം. അതിനെതിലൂടെ പോണം, ഡാർക്ക്നെസ്സിലൂടെ പോകണം. ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറയാം, സമയപരിധി ഉണ്ട്, എനിക്ക് ഇനി നീട്ടാൻ പറ്റുകയില്ല. ലോകത്തിൽ യേശു ക്രിസ്തു മത്തായി 16:18 പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഇത് യേശു പറയുമ്പോൾ യേശുവിൻ്റെ കൂടെ എത്ര പേരുണ്ട്? 12 പേർ, യേശുവിൻ്റെ ശിഷ്യന്മാർ. ആമേൻ. അവരെ ഇരുത്തിക്കൊണ്ട് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. യേശു ക്രിസ്തുവിന് ലോകത്തിലെ ഇന്നലെ അറിയാം, ഇന്നറിയാം, നാളെ അറിയാം. അങ്ങനെയാണെങ്കിൽ 2000 വർഷങ്ങൾ മുമ്പ് യേശു ഫിലിപ്പിയിലെ കൈസരിയിൽ ഇരുന്ന് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുമ്പോൾ കൊറോണ വരുമെന്ന് അറിയില്ലായിരുന്നോ?
അറിയില്ലായിരുന്നോ? അറിയില്ലായിരുന്നോ? അറിയാം. കൊറോണ വരുമെന്ന് എൻ്റെ യേശുവിന് അറിയാമായിരുന്നു. എന്നാൽ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഏത് സുനാമി വന്നാലും ഞാൻ എൻ്റെ സഭയെ പണിയും. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചു. ഏത് കാട്ടുതീ വന്നാലും ഞാൻ എൻ്റെ സഭയെ പണിയും. ഏത് ഭൂകമ്പങ്ങൾ വന്നാലും ഞാൻ എൻ്റെ സഭയെ പണിയും. ലോകത്തിൽ ഏത് വൈറസ് വന്നാലും ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ ലോകത്തിൽ ഏത് ശത്രു ഏത് പദ്ധതി തയ്യാറാക്കിയാലും ഞാൻ എൻ്റെ സഭയെ പണിയും. ആമേൻ. യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഇരിക്കുന്ന 12 പേർ, അതാണ് ഒന്നാമത്തെ സഭ. ഇവരെ ഞാൻ 7 ഗ്രൂപ്പാക്കുന്നു. ഒരു നിമിഷം, എല്ലാ സഭയിലും ഈ 7 ഗ്രൂപ്പും ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ സഭ. ഗ്രൂപ്പ് നമ്പർ 1 യൂദ. കൂടെ നിന്നു, എല്ലാം കണ്ടു, എല്ലാ നന്മയും അനുഭവിച്ചു. യേശു വിളമ്പി അപ്പവും തിന്നു. യേശുവിന്റെ കാശും ഇഷ്ടം പോലെ ചുമന്നു, മേടിച്ചു, കടിച്ചു. എന്നിട്ട് യേശുവിനെ ഒറ്റി. ഒരു ചെറിയ വിഭാഗമെങ്കിലും എല്ലാ സഭയിലും നന്ദിയില്ലാത്ത, കഴിക്കും, കൈനീട്ടി മേടിക്കും. യേശുവിന്റെ 12 പേരിൽ ഒരാൾ, ഗ്രൂപ്പ് നമ്പർ 1 യൂദായുടെ ഗ്രൂപ്പായിരുന്നു. ലോകം മുഴുവൻ ഇത് കേൾക്കുക. ഇനി അടുത്ത ദിവസങ്ങൾ കേൾക്കുക. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നവരുടെ ജീവിതത്തിലും ചില കുറവുണ്ടായിരുന്നു. എന്നാൽ യൂദായുടെ കുറവ് ദൈവം ക്ഷമിക്കാൻ തയ്യാറല്ലായിരുന്നു. അവസരങ്ങൾ പലത് കൊടുത്തു. ഇന്ന് രാത്രി കിട്ടുന്നതും ചിലർക്കൊരവസരമാണെന്ന് ദൈവാത്മാ പറയാ. ഗ്രൂപ്പ് നമ്പർ 1 യൂദ. ഗ്രൂപ്പ് നമ്പർ 2 തോമസ്. ആമേൻ. തോമസിന്റെ പ്രത്യേകത എന്നാ? സഭയ്ക്കകത്തുണ്ട്, യേശുവിന്റെ കൂടെ ഉണ്ട്. 3.5 വർഷവും യേശു ചെയ്തതെല്ലാം കണ്ടു. പക്ഷെ പുള്ളി പറഞ്ഞു, ഞാൻ ഇങ്ങനൊന്നും വിശ്വസിക്കത്തില്ല. ആരേലും പറഞ്ഞു കേട്ടാലൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. എനിക്കെന്റെ പാസ്റ്ററെ അറിയാം, എൻ്റെ നേതാവിനെ എനിക്കറിയാം, യേശുക്രിസ്തു എന്നാ പേര്. പക്ഷെ യേശുക്രിസ്തു അത്ഭുതം ചെയ്തെന്ന് നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കത്തില്ല, എനിക്ക് കാണണം. ഇതാണ് ആര്? തോമസ്. എന്നാൽ യേശുവിൻ്റെ മുഖമോ യേശുവിൻ്റെ ശരീരമോ യേശുവിൻ്റെ അഡ്രസ്സോ ഒന്നും അറിയണ്ട, ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലി തൊട്ടാ മതി എന്ന് പറഞ്ഞതാണ് രക്തസ്രാവക്കാരി. ശരിയാണോ? ഞാൻ ഈയിടെ ചുമ്മാ ഇരുന്ന് ഓർത്തതാ. നിങ്ങൾക്ക് വേണേ ഓർക്കാം, ഇല്ലേ ഓർക്കണ്ട. ഈ ഇന്ത്യയിലോട്ട് വന്നപ്പം ഈ സെന്റ് തോമസിനെ അയക്കാതെ രക്തസ്രാവക്കാരി അയച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇടയിൽ ഇത്രയും തോമാച്ചന്മാരുണ്ടാകത്തില്ലായിരുന്നു. ഈ കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ ഇന്ത്യയിൽ ഇത്രയും വർദ്ധിക്കാൻ കാരണം സെന്റ് തോമസ് വന്ന രക്തസ്രാവക്കാരി വന്നാൽ മതിയായിരുന്നു. വസ്ത്രത്തിലെ തൊങ്ങലെ തൊട്ട് സൗഖ്യമായി. അവളുടെ വിശ്വാസം ഒരു ഭയങ്കരമല്ലേ? അല്ലെ ആ ശതാധിപം വന്നാലും മതിയായിരുന്നു. ഏതാ? എൻ്റെ പുരയ്ക്കകത്ത് വരാൻ എന്ന് പറഞ്ഞ ആ പുള്ളി വന്നാലും മതിയായിരുന്നു. ഇത് ഗ്രൂപ്പ് നമ്പർ 2 എല്ലാ ചർച്ചിലും ഉണ്ട്. 2-3 തോമസെങ്കിലും കാണും. ഇവിടെ എല്ലാവരും വന്നിട്ടില്ലല്ലോ. ഇനി തോമസ് വരുമോന്നും അറിയത്തില്ല. എന്തായാലും ആട്ടെ, വസ്തി വന്നില്ലെങ്കിൽ എസ്തേർ വരും, അത്രേ ഉള്ളൂ. നമ്പർ 3 ഗ്രൂപ്പ് നമ്പർ 3 ആ പുള്ളിയുടെ പേര് പത്രോസ് എന്നാ. പുള്ളി എല്ലാത്തിൻ്റെ എടുത്തുചാട്ടക്കാരനാണ്. യേശുവിനെ തള്ളിപ്പറയുകയും ചെയ്തു. എന്നാൽ യേശുവിന് അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമായിരുന്നു. എനിക്ക് ആ ഭാഗം പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പ് നമ്പർ 3 പത്രോസിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞങ്ങ് നിർത്തുക. എല്ലാ ചർച്ചിലും ഉണ്ട്. ഇച്ചിരി എടുത്തുചാട്ടവും ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും വല്ലതും ചെയ്യണമെങ്കിൽ ഈ പുള്ളി വേണം. അവിടെ നിൽക്കട്ടെ. ഗ്രൂപ്പ് നമ്പർ 4 സബദി മക്കളാണ്. അവരുടെ പ്രശ്നം ഇതൊന്നുമല്ല, ഈ വിഷയമൊന്നും അവർക്ക് വിഷയമല്ല. കർത്താവ് മഹത്വത്തിൽ വരുമ്പോൾ ഇടത്തും വലത്തും ഇരിക്കാൻ എപ്പോഴും ഒരു പോസ്റ്റ് സഭയിൽ ഏതെങ്കിലും ഒരു ഇടത്തും വലത്തും ഓരോ കസാര, സെക്രട്ടറി ആയിട്ടോ ജോയിന്റ് സെക്രട്ടറി ആയിട്ടോ ഏതെങ്കിലും ഒരു. ഇത് ഗ്രൂപ്പ് നമ്പർ 4 ആണ്. ഗ്രൂപ്പ് നമ്പർ 5 ഫിലിപ്പോസ്.
യേശു ചോദിച്ചു, ഈ ജനത്തിന് നമ്മൾ എവിടുന്ന് അപ്പം കൊടുക്കും? സത്യത്തിൽ അതിൻ്റെ ഉത്തരം പറയേണ്ടത് യൂദയാണ്, കാരണം പുള്ളിയുടെയിലാണ് പൈസ ഇരിക്കുന്നത്. പക്ഷെ പീലിപ്പോസ് കയറി പറഞ്ഞു, നമ്മുടെ ഇപ്പോൾ ബാലൻസ് 200 ഉള്ളെന്ന്. ഇത് ഈ പുള്ളിക്ക് എങ്ങനെ അറിയാമെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. കാരണം സ്വോത്രകാഴ്ച ഉണ്ടെന്ന പുള്ളി അല്ല, അക്കൗണ്ട് പുള്ളിയുടെ പേരിലല്ല, എങ്കിലും എല്ലാം അറിയാം പുള്ളിക്ക്. അങ്ങനെ ചിലരുണ്ട്, അറിയണ്ടാത്തതെല്ലാം അറിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ 6-ാം അധ്യായത്തിൽ യോഹന്നാൻ ഒരു ബ്രാക്കറ്റ്, ഇത് അവനെ പരീക്ഷിപ്പാൻ എത്ര ചോദിച്ചാൽ, കണക്കവൻ്റെ ഉണ്ടോ എന്ന് അറിയാൻ യേശു ചോദിച്ചാൽ, ഇവൻ ക്രിയ നോക്കിയുണ്ടെന്ന ആളാ. ഗ്രൂപ്പ് നമ്പർ 6 പാസ്റ്റർ ആൻഡ്രൂസ് ഉപദേശി. ഈ പുള്ളിയുടെ പ്രത്യേകത, ഒരു അത്ഭുതവും ചെയ്തതായിട്ട് ബൈബിളിലില്ല. ഈ ആൻഡ്രൂസ് ഒന്നും പുള്ളിയായിട്ട് ഒരു പ്രസംഗം പോലും പ്രസംഗിച്ചിട്ടില്ല. പുള്ളിയോട് ചോദിച്ചു, അപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളിയുടെ അപ്പവും ഇല്ല, പൈസയും ഇല്ല. പക്ഷെ അപ്പം ഉള്ളവരുടെ നമ്പർ പുള്ളിയുടെ കയ്യിലുണ്ട്. ഈ 5 അപ്പവും 2 മീനും പുള്ളിയാണ് ഇന്ന പയ്യൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, ഇനിയോട്ട് മനസ്സിലാകുമെന്നും തോന്നുന്നില്ല. 35 വർഷമായി ബൈബിൾ എടുത്തിട്ട്. ഈ 5000 പേരുടെ ഇടയ്ക്കൊന്ന് ഈ കൊച്ചു ചെറുക്കൻ്റെ 5 അപ്പവും 2 മീനും, ഈ കൊട്ടാരക്കരയിലൊക്കെ അപ്പം ഉള്ളവരാരാന്ന് ഈ പുള്ളിക്ക് എങ്ങനെ അറിയാമെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ചിലർക്ക് വേറെ ഒരു കാര്യം അന്വേഷണമില്ല, അപ്പം അവിടെ ഉണ്ടെന്ന. 5 അപ്പവും 2 മീനും യേശുവിനെ ഈ ബാലൻ്റെ കയ്യിൽ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ലിങ്കായിട്ട് കയറി നിന്നത് ഈ ആൻഡ്രൂസ് ഉപദേശിച്ച. അതൊരാവശ്യമായിരുന്നു. കാരണം ചില ആൾക്കാർക്ക് കൃപയൊന്നുമില്ലെങ്കിലും കൃപയുള്ളവരുടെ നമ്പരേലും മൊബൈലുള്ളത് നല്ലതാണല്ലോ. അതൊരാവശ്യമാണ്. എൻ്റെ വിഷയം അവിടെ അല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 7 ഗ്രൂപ്പിന് 7-ാമത്തെ ഗ്രൂപ്പ് മാറിൽ ചാരി യോഹന്നാൻ, അതെല്ലാ ചർച്ചിലും ഉണ്ട്. ആമേൻ. ഇതെല്ലാം ഉണ്ടെങ്കിലും മാറിൽ ചാരി യോഹന്നാനെ പോലെ എന്ത് വന്നാലും യേശുവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഈ 7 ഗ്രൂപ്പിനെ മുമ്പിൽ ഇരുത്തിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഇനി ഞാനൊരു കാര്യം പറയാൻ പോവാ. നിങ്ങൾ ഇന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും ദൂത് പറയാൻ പോവാ. ഈ 7 പേരുൾപ്പെടുന്ന 12 പേരെ കൊണ്ടാണ് യൂദാ മരിച്ചു. ബാക്കി അതിന് പകരം മത്യാസ് വന്നു. ആ 12 പേരെ കൊണ്ടാണ് ഈ ഭൂമിയെ ദൈവം കീഴ്മേൽ മറിച്ചത്. ഇവരുടെ കുറ്റങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ കുറവുകളെല്ലാം അവർക്കുണ്ടായിരുന്നു. ഇന്നും സഭയ്ക്ക് ആ കുറവുകൾ ഉണ്ട്. അങ്ങനെയുള്ള കുറവുകൾ ഉള്ളവർ സഭയിൽ ഉണ്ട്. എന്നാൽ അവരെ തള്ളിക്കളയാതെ അവരെ കൊണ്ട് ഈ ഭൂമിയെ കീഴ്മേൽ മറിച്ച ലോകരാജ്യങ്ങളിൽ ഈ ബൈബിളിൽ വിശ്വസിക്കുന്ന 300 കോടി ജനങ്ങള് ഇന്ന് യേശുവിന് വേണ്ടി നിൽക്കുവാൻ അതിന് കാരണം തീർന്നത് ഈ 12 പേരാണെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുമ്പോൾ, ഈ ഓൺലൈനിൽ ലോകം മുഴുവൻ കേൾക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ. അത് പറഞ്ഞു ഞാൻ നിർത്താം. How God prepared them. എങ്ങനെയാ ദൈവം അവരെ ഒരുക്കിയത്? അതിലൂടെ വേണം നമ്മൾ പ്രതികൂലത്തെ കാണാൻ. ആമേൻ. യേശു ക്രിസ്തു ഈ അപ്പോസ്തലന്മാരെ ശക്തമായ പീഡനങ്ങളിലൂടെ കടത്തിവിട്ടു. ആമേൻ, ആമേൻ. ഇവർക്ക് കുറവുണ്ടായിരുന്നു. ഞാൻ ഈ ദൂത് നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് കുറവുണ്ടായിരിക്കാം, നിങ്ങൾക്കുണ്ട്. എല്ലാവർക്കും ഒരേ കുറവുകളല്ല, അത് സഹിക്കാനാവാത്ത കുറവുകളല്ല. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കുണ്ടായിരുന്നു. ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്, ആൻഡ്രൂസിനെ കുറിച്ച്, തോമസിനെ കുറിച്ച്. പക്ഷെ ആ കുറവുകൾ ഇരിക്കെ ചെയ്ത് സ്വത്രം പറഞ്ഞു, ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ കർത്താവ് അവരെയും കൊണ്ട് ചേർത്ത് പിടിച്ചു. അതാണ് ക്രിസ്തുവിൻ്റെ ഭാവം. ആമേൻ. സഭയിൽ കുറവുണ്ട്, സഭയിൽ കുറവുകളുള്ളവരുണ്ട്. എന്നാൽ അവരെ തള്ളിക്കളയാതെ, അവരുടെ കുറവുകൾ മാത്രം കണ്ടുപിടിക്കാതെ അവരെ ചേർത്ത് പിടിച്ചു. ആമേൻ. അവരെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് സുവിശേഷം അവരുടെ കയ്യിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. അവർ ഈ ലോകത്തിലെ ഭയങ്കരമായ പീഡനത്തിലൂടെ 1-ാം നൂറ്റാണ്ടിലെ ലോക ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായ 10 പീഡനങ്ങൾ അതിലൂടെ സഭ കടന്നുപോയി, അപ്പോസ്തലന്മാർ കടന്നുപോയി. പാലസ്തീന്റെ പച്ചമണ്ണിൽ 12 പേരുമായി ആരംഭിച്ച ദൈവസഭ കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തിന്റെ 5 വൻകരകളിൽ അവർ എഴുന്നേറ്റ് ഏറ്റവും പാടി. ആമേൻ. യേശു വരാറായി. സഭ ഒരുങ്ങണം. കർത്താവിന് തന്നെ മണവാട്ടി സഭ ഒരുങ്ങിയേ മതിയാകൂ. ഹല്ലേലൂയ. ആമേൻ. ഒരുപാട്
കാറ്റുകളും പ്രതികൂലങ്ങളും ലോകത്തിലുണ്ടായി. ആമേൻ. ഇപ്പോൾ നാം കടന്നുപോയ ഈ ഇരുട്ട്, ആമേൻ, അത് ഒരു ദോഷത്തിനല്ല. ഞാൻ ആ കുറ്റിയുടെ കാര്യം ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. ആമേൻ. കുറ്റിയിൽ നിന്ന് മുളയുണ്ടാകാൻ കാരണം പിശാചിനറിയാത്തൊരു രഹസ്യമാണ്. പിശാച് മരമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ദൈവം അതിൻ്റെ വേര് കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി സൗന്ദര്യമുള്ള സകല മരങ്ങൾക്കും കണ്ടാൽ വലിയ അഴകില്ലാത്ത വേരുണ്ട്. ആമേൻ. അതാണ് നിന്റെ പ്രാർത്ഥനാ ജീവിതം. ഹല്ലേലൂയ. എന്നോട് ചിലർ ചോദിച്ചു, സ്കൂൾ അടച്ചു, ആമേ, തെരുവടച്ചു, കടയടച്ചു, സിനിമാ കൊട്ടക അടച്ചു, കോളേജ് അടച്ചു, എന്നിട്ട് അവർ ചോദിച്ചു ആരാധനയും അടച്ചല്ലോ. ഞാൻ പറഞ്ഞു ആരാധന അടച്ചില്ലല്ലോ. ആമേൻ. ഇവിടെ ലോകത്തിന് തിരിച്ചറിയാത്തൊരു രഹസ്യം ദൈവസഭയ്ക്കുണ്ട്. അത് വേരും വെള്ളവും തമ്മിലുള്ള ബന്ധമാ. ഇന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയുക, മണ്ണിൻ്റെ മുകളിൽ കാണുന്ന നിന്റെ മരം ഒരു പക്ഷെ ലോകത്തിന് മുമ്പിൽ വെട്ടി മാറ്റപ്പെട്ട ഒരു കുറ്റിയായിട്ട് ഇന്ന് രാത്രിയെങ്കിലും ആ മണ്ണിനടിയിൽ നിന്റെ പ്രാർത്ഥനയാകുന്ന വേര് പരിശുദ്ധാത്മാവെന്ന വെള്ളവുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ, ആ വെള്ളത്തിന് കൃപയുടെ ഗന്ധമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ചില പുതിയ തളിരുകൾ പുറത്തു വരാൻ പോകുക. ഈ കുറ്റി ഇവിടെ മണ്ണിനകത്ത് നശിച്ചു പോകില്ല. ദൈവസഭ എഴുന്നേൽക്കാൻ പോകുക. ദൈവസഭ അത് കൊമ്പുകൾ ഫലം കായ്ക്കാൻ പോകുക. ദേശം അത് കാണാൻ പോകുക. ലോകം അത് കാണാൻ പോകുക. എനിക്കെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. ഞാനിങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. ആമേൻ. മുടങ്ങിയെന്ന് ലോകം പറഞ്ഞത് ദൈവം തുടങ്ങി. ആമേൻ. ഇല്ല എന്ന് പറയുന്നിടത്ത് ദൈവം സൃഷ്ടിച്ചു കൊണ്ടുവരും. ഹല്ലേലൂയ. ബയോളജിക്കലി ഗ്രോത്ത് ലഭിക്കാത്തവർക്ക് കർത്താവ് അപ്പുറത്ത് തിയോളജിക്കലായിട്ട് ചില അനുഗ്രഹങ്ങൾ ഒരുക്കുന്നുണ്ട്. ആമേൻ. ഒടുക്കം ഞാൻ പറഞ്ഞു നിർത്തട്ടെ. മണവാട്ടി സഭയെ പ്രതികൂലത്തിലൂടെ കടത്തിവിട്ടത് ദേശത്തെ ഇളക്കി മറിക്കുന്ന അപ്പോസ്തലന്മാരായി നമ്മൾ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രി കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവിനൊരു നിമിഷം ഒന്ന് വിട്ടുകൊടുത്താട്ടെ. കർത്താവിൻ്റെ പാദത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം അനുഭവിച്ചുകൊണ്ട് എല്ലാവരും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കർത്താവ് ഇന്ന് രാത്രി പറയാ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കർത്തൃകരങ്ങളിൽ ഒരു നിമിഷം വിട്ടുകൊടുക്കാമോ? ദൈവത്തിന് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം പ്ലീസ്. കഷ്ടങ്ങൾ എത്രയേറിലും കലങ്ങിടാതെ നിത്യവും ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിന്നോളവും, ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിന്നോളവും, കണ്ണിൻ മണിക്കു തുല്യമായി എണ്ണുന്നതിനു തക്കതായി സ്തുതിച്ചിടാം. കണ്ണിൻ മണിക്കു തുല്യമായി എണ്ണുന്നതിനു തക്കതായി സ്തുതിച്ചിടാം. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ, എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം നിങ്ങളെ തൊടട്ടെ. ഈ ഓൺലൈനിൽ ശബ്ദ പരിധിക്കുള്ളിൽ എൻ്റെ ശ്രോതാക്കളായി, എൻ്റെ പ്രേക്ഷകരായി
ഈ രാത്രി ആയിരിക്കുന്നവരോട് ദൈവാത്മാ പറയുന്നു, വെട്ടിക്കളഞ്ഞ് എല്ലാം നശിച്ച് ഇനി നോ മോർ, ഒന്നുമില്ലെന്ന് ലോകം വിധി എഴുതിയ നിന്റെ ജീവിതത്തിന്റെ ആ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും. ആരും കാണാത്ത മണ്ണിനടിയിലെ വേര് പരിശുദ്ധാത്മാവിന്റെ നദിയാം വെള്ളവുമായി ഒരു ബന്ധം, വേരിന് വെള്ളത്തിന്റെ ഗന്ധം, ഒരു പുതിയ മുള പുറത്തു വരികയാണ്. കർത്തൃക്കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോട് സംസാരിച്ചു, എൻ്റെ കുടുംബത്തോട് ഇടപെട്ടു എന്ന വിശ്വാസത്തോടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ തൊട്ടനുഗ്രഹിച്ചാട്ടെ. കേട്ട വചനം അവരുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ, അത്ഭുതങ്ങളായി പരിണമിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രിയിലും കരങ്ങളെ തട്ടി നന്ദിയോട് ഒരുമിച്ച് ചേർന്ന് പാടി ആ കർത്താവിനെ സ്തുതിക്കാം. എല്ലാ വായിലും തുറന്നു നന്ദിയോടെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്കും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്കും ഉയർത്തിടാം. എല്ലാരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. ഓ നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. ഓ നല്ലവനാം കർത്തനവൻ വല്ലഭനായി. അത്ഭുതമേശുവിൻ നാമം, ഓ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്കും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്കും. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും. ഓ തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്കും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്കും. നിന്ദിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? നിന്ദിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റു നാം പണിതിടുക. തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അവൻ എഴുന്നേറ്റു നാം പണിതിടുക. തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്കും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്കും. മിന്നൽ പിണരുകൾ വീശും, മിന്നൽ പിണരുകൾ വീശും. പിന്മാരിയെ ഊറ്റുമവൻ. ഓ മിന്നൽ പിണരുകൾ വീശും, പിന്മാരിയെ ഊറ്റുമവൻ. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുർശക്തികളും. അവൻ ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുർശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്കും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്കും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്കും ഉയർത്തിടാം.
ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഹല്ലേലൂയ